എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് മറ്റൊരാളുടെ കീഴിലല്ലാതെ ലാപ്ടോപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഫോണിൽ നിന്നോ ചെയ്തതിനു ശേഷം പണം സമ്പാദിക്കുന്ന ഏർപ്പാടാണ്. ട്രേഡിംഗില് നമ്മൾ നമ്മുടെ പൈസ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അവിടെ ചിലപ്പോൾ നമുക്ക് നഷ്ടം വന്നാൽ നമ്മൾക്ക് 8ന്റെ പണി കിട്ടും. ഇവിടെയാണ് ഫണ്ടഡ് അക്കൗണ്ടുകൾ വരുന്നത്. ട്രേഡ് ചെയ്യുന്നവർക്ക് കുറച്ച് മനസമാധാനം കിട്ടുന്ന ഒരു പരിഹാരമാണിത്. ഇന്ന് അതുകൊണ്ട് തന്നെ ഫോറക്സ് ട്രേഡിംഗിലെ ഫണ്ടഡ് അക്കൗണ്ടുകളെ കുറിച്ച് സംസാരിക്കാം. നമ്മുടെ ഇടയിൽ പലരും ഇന്ത്യൻ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഫോറക്സ് മാർക്കറ്റിലോ ട്രേഡിംഗ് ചെയ്യുന്നവരാണ്. ഫോറക്സ് ട്രേഡിംഗിന്റെ ഒരു വലിയ നേട്ടം എന്ന് പറഞ്ഞാൽ അത് 24 മണിക്കൂറും 5 ദിവസവും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. 24x5 ആണ്. ക്രിപ്റ്റോ ആണെങ്കിൽ 24x7 ഡേയ്സ് ആണ്. ഇങ്ങനെയുള്ള മാർക്കറ്റുകളിൽ ട്രേഡ് ചെയ്യാൻ ചില കമ്പനികൾ നമുക്ക് ഫണ്ട് തരും, അതായത് പണം തരും. ഇതിനെയാണ് ഈ ഫണ്ടഡ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അതെങ്ങനെ പ്രവർത്തിക്കുന്നത് നോക്കാം. നമുക്ക് ഒരു ഫണ്ടഡ് അക്കൗണ്ട് വേണമെങ്കിൽ വലിയ ട്രേഡിംഗ് പണം കിട്ടാൻ ഒരു ചെറിയ തുക മാത്രം മതി. അതായത് നമ്മൾ ഒരു കുഞ്ഞു തുക ഇൻവെസ്റ്റ് ചെയ്താൽ വലിയ പണം ഫണ്ടഡ് ആയിട്ട് കമ്പനികൾ തരും. ഉദാഹരണത്തിന് $10,000 ഉള്ള ഒരു ഫണ്ടഡ് അക്കൗണ്ട് കിട്ടാൻ $100 അല്ലെങ്കിൽ അതിൽ കുറച്ച് മാത്രം കൊടുത്താൽ മതി. നമ്മൾ ഉണ്ടാക്കുന്ന ലാഭത്തിന്റെ 80% നമുക്ക് കിട്ടുക. ബാക്കി 20% കമ്പനി എടുക്കും. പരമാവധി നഷ്ടം എന്ന് പറയുന്നത് 10% ആണ്. പക്ഷേ വീണ്ടും ഞാൻ പറയാണ്, ട്രേഡിംഗ് എന്നുള്ളത് വ്യക്തമായി പഠിക്കാതെ നിങ്ങൾ ഒരിക്കലും ട്രേഡിംഗിലേക്ക്, അത് ഫണ്ടഡ് അക്കൗണ്ട് ആയാലും എന്ത് അക്കൗണ്ട് ആയാലും ട്രേഡിംഗിലേക്ക് നിങ്ങൾ ഇറങ്ങരുത്.